ഹലോ മക്കളെ, നിങ്ങളെ പ്രിയപ്പെട്ട മനുസാറും ശ്രീമസാറുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. മനുസാറെ, എന്താണ് കാര്യം? കാര്യത്തിലേ ഉള്ളൂ. ഈ വർഷത്തെ SSC എക്സാമിനേഷൻ കഴിഞ്ഞ സമയത്ത് A+കളുടെ എണ്ണം കുറഞ്ഞ സബ്ജക്റ്റുകളിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഫിസിക്സ്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ഇത്തവണ നിങ്ങളാണ് എക്സാം എഴുതാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അതിന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ പറഞ്ഞുതരാൻ പറ്റും അതാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാൾക്ക് പോലും A+ നഷ്ടമാവില്ല. ഓക്കെ. അപ്പോൾ മക്കളെ, നമ്മൾക്ക് ഇതിൻ്റെ കൂടെ കൂടിച്ചേർക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ 3 ക്ലാസ്സുകൾ, അവസാനത്തേക്കുള്ള 3 ക്ലാസ്സുകൾ മാത്രം കണ്ട ആളുകൾക്ക് വരെ A+ ഒരുപാട് ആളുകൾക്ക് കിട്ടിയതായിട്ട് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. ഒരുപാട് കൂടുതൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ നമ്മുടെ ക്ലാസ്സൊക്കെ കണ്ടവർക്ക് അറിയാം, ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടാതെ എക്സാം ഓറിയന്റഡ് ആയ ഒരുപാട് ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്തു. ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ പ്രത്യേകിച്ച് കൃത്യമായി ചെയ്തു കൊടുത്തു. ഈ തവണ സാറേ നമ്മളിപ്പം കുട്ടികൾക്ക് ഒരു ചലഞ്ചിങ് കൂടി ഉണ്ട് അല്ലേ? അതായത് ഫിസിക്സിന്റെ മാർക്കിന്റെ കാര്യം, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ഇത്തവണ 40 മാർക്കിന്റെ ഫിസിക്സിൽ നിങ്ങൾക്ക് പാസ്സാവണമെങ്കിൽ 12 മാർക്ക് വേണം. കഴിഞ്ഞ തവണ അങ്ങനെയല്ലായിരുന്നു. കഴിഞ്ഞ തവണ 5 മാർക്ക് മതിയായിരുന്നു. 5 മാർക്ക് കിട്ടിയാൽ ജയിച്ചു. പക്ഷെ ഇത്തവണ എങ്ങനെയല്ല, 12 മാർക്ക്. അതേപോലെ 80 മാർക്കിന്റെ എക്സാം ആണെന്നുണ്ടെങ്കിൽ 24 മാർക്ക് വേണം ജയിക്കാൻ. അതായത് ഇംഗ്ലീഷ്, ഹിസ്റ്ററി, മാത്സിലും 24 മാർക്ക്. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ ഫിസിക്സിൽ പ്രത്യേകിച്ച് നല്ല രീതിയിൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അപ്പം മാഷേ, ഫിസിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ A+ അഥവാ ഫുൾ മാർക്കിൽ ഇവരെത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അല്ലേ? അപ്പോൾ ശ്രമിക്കാൻ നമ്മളത് എത്തിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞുതരാൻ പോകും. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എല്ലാവരും നോക്കി വെക്കുക കേട്ടോ. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങളെ പരിചയപ്പെടുത്തുന്ന കാര്യം തുടക്കം. അപ്പോൾ എവറി ഡേ സാർ പറയും. ഓക്കെ. അപ്പോൾ അതായത് നിങ്ങൾ എല്ലാ ദിവസവും ഫിസിക്സ് പഠിക്കണം എന്നാണ് ആദ്യം പറയാനുള്ളത്. അപ്പോൾ എല്ലാ ദിവസവും പഠിക്കുക എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ അങ്ങനെയല്ല പറയുന്നത്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആണെങ്കിൽ എല്ലാ ദിവസവും 15 മിനിറ്റ് പഠിക്കുക. ശരിക്കും പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുകയാണെങ്കിൽ ഒരു ദിവസം 15 മിനിറ്റ് പഠിക്കാനേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അത്രേ ഉണ്ടാവുള്ളൂ. സ്കൂളൊക്കെ അത്രേ എടുക്കുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, ഫിസിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അല്ലേ? നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് കടക്കാം. പല കുട്ടികളും ചെയ്യാത്തൊരു മിസ്റ്റേക്ക് ആണ് റീഡ് ടെക്സ്റ്റ് ബുക്ക്. ഈ ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടായിരിക്കും. സ്കൂളിൽ ഒരിക്കലും ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്ക് തുറന്നായിരിക്കും ക്ലാസ് എടുക്കുന്നുണ്ടാവുക, നിങ്ങളും തുറക്കാനുണ്ടാവില്ല. അത് വീട്ടിൽ വെറുതെ മടക്കി വെച്ചതായിരിക്കും. മക്കൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾ പഠിക്കാൻ പോകുന്ന അല്ലെ പഠിച്ച ഭാഗങ്ങൾ ഒന്ന് ടെക്സ്റ്റ് ബുക്ക് മറിച്ചെങ്കിലും നോക്കിയാൽ മതി. ക്ലാസ്സിലെടുത്ത കാര്യങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ കാണാനും, അതേപോലെ തന്നെ ഓരോ എക്സാമിനും ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സെയിം പാറ്റേൺ ആണ്. കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓരോ ചാപ്റ്റർ കഴിഞ്ഞിട്ടുള്ള എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ്. അതിലുള്ള ചോദ്യങ്ങൾ അത് കൃത്യമായി ചോദിക്കും. ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് പറഞ്ഞോട്ടെ, നമ്മുടെ ആപ്പ്, അതായത് നമ്മുടെ ലേണിംഗ് ആപ്പ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല. കൃത്യമായ ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് തന്നെയാണ് ക്ലാസ് പോകുന്നത്. എല്ലാ വർക്ക്ഔട്ട് പ്രോബ്ലംസും അതേപോലെ തന്നെ ആക്ടിവിറ്റി പ്രോബ്ലംസും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രീവിയസ് സിസ്റ്റങ്ങൾ ചെയ്യുന്നുണ്ട്. പല ആളുകളും നമ്മളെ ഈ ടെക്സ്റ്റ് ബുക്ക് മാറ്റി വെച്ചിട്ട് പല ഗൈഡുകളിലൂടെ കാര്യങ്ങൾ പഠിക്കുകയും ഗൈഡുകളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളോട് പറയാനുള്ളത്, ആദ്യം നമ്മൾ ടെക്സ്റ്റ് ബുക്കാണ് കവർ ചെയ്യേണ്ടത്. അതിനുശേഷമാണ് ഈ ഗൈഡിലേക്കൊക്കെ നമ്മൾ. സാധനമാണ്. അത് തുറന്നു നോക്കാതെ പോയാൽ നിങ്ങൾ ബുദ്ധിമുട്ടും. മനസ്സിലാവുന്നുണ്ടല്ലോ? കൃത്യമായി ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നോക്കേണ്ടതുണ്ട്. അടുത്ത കാര്യത്തിലേക്ക് കടക്കാം അല്ലേ? അതായത് പക്ഷേ നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യണം ന്യൂമറിക്കൽസ്. അതായത് ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സിൽ എന്ത് വരുന്നുണ്ട്, പ്രോബ്ലംസ് വരുന്നുണ്ട്. ഈ പ്രോബ്ലങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് പഠിക്കണം. അതായത് ജസ്റ്റ് ഇപ്പോൾ മാത്സിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെയാണ്. കാരണം ഫിസിക്സും മാത്സും അത്രയും കണക്റ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. നിങ്ങൾ വായിച്ച് പഠിക്കുന്നതിന് പകരം എന്ത് ചെയ്യണം പക്ഷേ, ചെയ്ത് തന്നെ പഠിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്യണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ ഒരു നമ്മൾ ചെറിയൊരു പോക്കറ്റ് ഡയറി ആണ്. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടൊരു പോക്കറ്റ് ഡയറി വാങ്ങണം. അത് ഞാനും കൂടി ചേർന്ന് പറയാണ്, നിർബന്ധമായിട്ട് വാങ്ങുക. അത് വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് യൂസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സിന്റെ ഹെഡിങ് എഴുതിയിട്ട് അതിൽ വരുന്ന എല്ലാ ഇക്വേഷൻസും നിങ്ങൾ എഴുതി വെക്കാം. അതിനുശേഷം ഈ പോക്കറ്റ് ഡയറി ഒന്നും നിങ്ങൾ കീശയിൽ ഉണ്ടാവണം.
ഇനി നിങ്ങൾ ഇത് ദിവസവും പഠിക്കണമെന്നില്ല, ജസ്റ്റ് ആ പോക്കറ്റ് ഡയറി തുറക്കുക, ഒന്ന് മറച്ചു നോക്കിയാൽ മതി, മൈൻഡ് കയറും. യെസ്. അപ്പോൾ ഇതിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി അത് നിങ്ങൾക്ക് എന്താവും, ആ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും, ഒരു സംശയമില്ല. അപ്പം എക്സാമ്പിളായിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള TV എവിടെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ക്ലോക്ക് എവിടെയാണ്, കലണ്ടർ എവിടെയാണ് എന്നൊക്കെ ഞാൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് കൃത്യമായിട്ട്, കാരണം നിങ്ങൾ ദിവസവും കാണുന്നുണ്ട്. അതേപോലെ നിങ്ങൾ മനസ്സിലേക്ക് ഈ ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഈ പോക്കറ്റ് ഡയറി ഒന്ന് മറച്ചു വെക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. ഇക്വേഷൻസ് പിന്നെ ഒരു ടെൻഷനും വേണ്ട. പരീക്ഷ ഹോളിലേക്ക് കയറുന്ന സമയത്താണ് പല കുട്ടികളും ഇക്വേഷൻസ് ബൈഹാർട്ട് പഠിക്കുക, ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. പ്രത്യേകിച്ച് നമ്മളെ മിററും ലെൻസും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു പോകും, പ്ലസും മൈനസും ഒക്കെ മാറിപ്പോകും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 50 മാർക്കിന് എക്സാം ഉണ്ടാവും ടോട്ടൽ, പക്ഷെ 40 മാർക്കിന് എഴുതിയാൽ മതി. അതിൽ ഏകദേശം 12 മുതൽ 15 മാർക്ക് വരെ പ്രോബ്ലം മാത്രമായിരിക്കും. മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രോബ്ലം സെക്ഷൻസ്. പല കുട്ടികൾ എന്താ ചെയ്യുക, പ്രോബ്ലം ആണ് എന്ന് പറഞ്ഞ വിട്ട് കളയുന്ന പ്രശ്നം ഉണ്ടത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് A+ എത്താൻ പറ്റൂല. അപ്പൊ നമ്മളെന്താ ചർച്ച ചെയ്യുന്നത്, A+ എത്തിക്കാനുള്ള കാര്യം ചർച്ച ചെയ്യുന്നത്. സോ പ്രോബ്ലംസ് മസ്റ്റ് ആയിട്ട് പഠിക്കണം. എല്ലാ കാര്യം കൃത്യമായി ഞങ്ങൾ പഠിപ്പിക്കും. ഡോണ്ട് വറി. ഓക്കെ, മുന്നോട്ടേക്ക് പോകാം. ഇനി ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. അപ്പൊ നിങ്ങൾ ആയിരിക്കും സാറേ ഞങ്ങൾക്ക് എവിടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുക അല്ലേ, നിങ്ങൾക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ തന്നെ എവിടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുക? ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്, ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അതല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ മാത്രമേ അതിന്റെ പാറ്റേൺ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാം. എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത് എന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്തായാലും നടത്തിയിരിക്കണം, ചെയ്യണം. എത്ര മാർക്കിലാണ് ഓരോ ചാപ്റ്ററിനും വരുന്നത്, വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ആ ചാപ്റ്ററിന് കൂടുതൽ പ്രാധാന്യം പഠിക്കേണ്ടതുണ്ട്. നമുക്കതെല്ലാം കൃത്യമായിട്ട് പറയാനുണ്ട്. നമ്മൾ 7 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 7 ചാപ്റ്റേഴ്സിലും ഏതൊക്കെ ഭാഗങ്ങളാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഇമ്പോർട്ടൻസ് ഉള്ളത്, എത്ര മാർക്കിന് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ സ്പെസിഫിക് ആയി ഞങ്ങൾ പറഞ്ഞുതരും. എന്നിരുന്നാലും നിങ്ങൾക്കും അതിനെപ്പറ്റി വ്യക്തമായ ധാരണ വേണം. കാരണം നമ്മള് മാർക്ക് സ്കോർ ചെയ്യാൻ പോകുന്നത് ആ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് മനസ്സിലാക്കിയിട്ടാണ്. തീർച്ചയായും. പിന്നെ എക്സാമിന്റെ ടൈമിൽ നിങ്ങൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കേണ്ടത് അത് മനസ്സിലാക്കൊക്കെ ഞങ്ങൾ ആ ഒരു സമയത്ത് പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ വർഷം 1 മാർക്കിന്റെ 2 മാർക്കിന്റെ 3 മാർക്കിന്റെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പല ക്വസ്റ്റ്യൻ പേപ്പറുകളും മൊത്തമായിട്ട് 1, 2, 3 അല്ല, അതിലധികം ക്വസ്റ്റ്യൻ പേപ്പർ. എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 12 മണിയായിട്ട് പോലും തീരാത്ത അത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അതിന് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിതിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഫിസിക്സിന് A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടാനുള്ള വിജയ മന്ത്രങ്ങളാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ മാഷേ? യെസ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് അവോയ്ഡ് ബൈ ഹാർട്ട് സ്റ്റഡി. യെസ്, എല്ലാവരും ചെയ്യുന്നത്. ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം ബൈ ഹാർട്ട് സ്റ്റഡി, മാത്സിനെ സംബന്ധിച്ചിടത്തോളം ബൈ ഹാർട്ട് സ്റ്റഡി വളരെ അബദ്ധമാണ്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കേണ്ടി വരും. പക്ഷേ ബൈ ഹാർട്ട് പഠിക്കാന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ബൈ ഹാർട്ട് പഠിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ജൂൾസ് ലോ നിങ്ങളോട് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ ജൂൾസ് ലോ അതിൻ്റെ ഡെഫിനിഷൻ നിർബന്ധമായിട്ട് എഴുതണം, ഇല്ലെങ്കിൽ മാർക്ക് കിട്ടൂല. പക്ഷേ ആ ഡെഫിനിഷൻ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. ആദ്യം എങ്ങനെ പഠിക്കണം, ആദ്യം മനസ്സിലാക്കണം എന്താ ജൂൾസ് ലോ. അതിനുശേഷം നിങ്ങൾക്ക് ആ ഡെഫിനിഷൻ ബൈ ഹാർട്ട് പഠിക്കാം, നോ പ്രോബ്ലം. ഇല്ലെങ്കിൽ ബൈ ഹാർട്ട് പഠിച്ച സാധനമാണെങ്കിൽ ഉറപ്പായിട്ട് എന്തായി പോകും, മറന്നുപോകും. അപ്പൊ എനിക്കിവിടെ പറയാനുള്ള കാര്യത്തുള്ളൂ, ബൈ ഹാർട്ട് ചെയ്യുക, പക്ഷേ ആരുടെ അറിവോടുകൂടി ആയിരിക്കണം, നമ്മുടെ ബ്രെയിനിന്റെ അറിവോടുകൂടി ആയിരിക്കണം. ഇവിടെയാണ് അത് ഫീഡ് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. സോ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. സോ നിങ്ങൾ പരമാവധി ബൈ ഹാർട്ട് ചെയ്ത് ഇങ്ങനെ ചില കുട്ടികളുടെ ഇങ്ങനെ വായിച്ചിരിക്കും, ഇങ്ങനെ വായിച്ച് നമ്മുടെ മൈൻഡ് റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഇവർ ബൈ ഹാർട്ട് ആക്കുക. അങ്ങനെ ചെയ്യരുത്, മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. സോ കൃത്യമായിട്ട് മെന്റൽ സപ്പോർട്ടൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ ഞങ്ങൾ ഫുൾ സപ്പോർട്ടിന് കൂടെ ഉണ്ടാവും കേട്ടോ. ഓക്കെ. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് പ്രാക്ടിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് എന്താണ് സാറേ, നമ്മളിപ്പോൾ 2nd ചാപ്റ്റർ 3rd ചാപ്റ്റർ ഇനിയിപ്പം 4th 5th ആണെങ്കിൽ പോലും ഇനി 6th വേണമെങ്കിൽ ഈ 1st വേണം ഉൾപ്പെടുത്താം. ഇതിലൊക്കെ ഒരുപാട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തിയറി പഠിക്കുന്നത് പോലെ കാണാതെ ബൈ ഹാർട്ട് പഠിച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ തിയറി ബൈ ഹാർട്ട് പഠിക്കാനുണ്ടാവും അല്ലേ, അതുപോലെ ബൈ ഹാർട്ട് പഠിക്കുന്നതാണ് ഈ പോയിന്റുകൾ ഓർക്കണം. നിങ്ങൾ ഇനി പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കിയിട്ടേ ബൈ ഹാർട്ട് പഠിക്കാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ വിഷയം വരുന്നത് പ്രാക്ടിക്കലൂടെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു വെക്കും, പക്ഷേ കാര്യം ഉണ്ടാവില്ല. പ്രാക്ടിക്കൽ നമ്മൾ എങ്ങനെ പഠിക്കണം,
അത് മനസ്സിലാക്കി ചെയ്ത് പഠിക്കണം. അപ്പൊ ഇവര് ചോദിക്കും അങ്ങനെ ഇപ്പൊ ചെയ്യാം. അതെ. അപ്പൊ നമ്മൾ ഇപ്പൊ ആപ്പിലാണെങ്കിൽ നമ്മൾ ഓൾറെഡി എല്ലാ ചാപ്റ്റേഴ്സിന്റെയും പ്രാക്ടിക്കൽ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആപ്പ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പ്രാക്ടിക്കലും കിട്ടും. യൂട്യൂബിൽ നമ്മൾ മാക്സിമം കുറച്ച് പ്രാക്ടിക്കൽ ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഭാഗത്തുനിന്ന് മാക്സിമം സപ്പോർട്ട് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ മാഷേ? ഇവരെ സംബന്ധിച്ച് 8, 9 കഴിഞ്ഞ് വന്ന കുട്ടികളാണ്. ഞാനും സ്കൂളിലൊക്കെ ഗസ്റ്റ് ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. കുറ്റം പറയാനല്ല വിചാരിക്കരുത്. എന്നിരുന്നാലും പല സ്കൂളുകളിലും ലാബ് ഫെസിലിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ പലപ്പോഴും നിങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ അത് ചെയ്തു, അങ്ങനെ ടേബിൾ ഫില്ല് ചെയ്ത് പോവുക, അങ്ങനെ ഒരു സങ്കല്പിക്കുമ്പോൾ ചിലപ്പം ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഇമാജിനേഷൻ ആയിരിക്കില്ല നിങ്ങളെ ഇമാജിനേഷൻ, രണ്ടും രണ്ടായിരിക്കും. അപ്പൊ കണ്ടറിഞ്ഞ് പഠിക്കുമ്പോൾ അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് മാറും. സോ അതിനുള്ള എല്ലാ കാര്യം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. കൃത്യമായി നിങ്ങളെ പഠിപ്പിച്ചു തരും, കറക്റ്റ് ആയിട്ട് പഠിപ്പിക്കും. ഇത് വെറുതെ പറയല്ല, എല്ലാ പ്രാക്ടീസും പ്രൊവൈഡ് ചെയ്യുന്ന എന്താ പറയാ, ഞങ്ങളുള്ളൂ തന്നെ വേണമെങ്കിൽ അങ്ങനെ പറയാം. തീർച്ചയായിട്ടും പറയാം. എന്തായാലും നമ്മളത് കൃത്യമായിട്ട് ചെയ്തു തരും കേട്ടോ. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഫിസിക്സിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും A+ കിട്ടാനുള്ള വിജയമന്ത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ നമ്മൾ ഇത് വളരെ സീരിയസ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രാവശ്യത്തെ കുട്ടികൾക്ക് A+ ഫുൾ മാർക്കും നഷ്ടമാകാൻ പാടില്ല. ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് ഇത് കാണുന്നത്. ഫിസിക്സിൽ A+ ഫുൾ മാർക്കും ഈ തവണ ഒരുപാട് കുട്ടികൾക്ക് വരണം. നിങ്ങളൊക്കെ മെസ്സേജുകൾ ഞങ്ങൾക്ക് വരണം അല്ലേ മാഷേ? തീർച്ചയായിട്ടും. അതാണ് ഞങ്ങൾ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മക്കൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ കൂടെ നിൽക്കുക, ഞങ്ങൾ ഫുൾ സപ്പോർട്ടിന്റെ കൂടെ ഉണ്ടായിരിക്കും. അതിന്റെ കൂടെ ഞങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്, നമ്മുടെ ആപ്പ് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. ആപ്പിൽ എല്ലാ വീഡിയോസും ഓൾറെഡി അവൈലബിൾ ആണ്, ഇൻക്ലൂഡിംഗ് പ്രാക്ടിക്കൽ സെഷൻസ്. നിങ്ങൾക്ക് മെന്റൽ സപ്പോർട്ടും അതേപോലെ തന്നെ എക്സാം സീരീസും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, വളരെ കുറഞ്ഞ എമൗണ്ട് മാത്രമേ 3499 രൂപയെ വരുന്നുള്ളൂ. അപ്പം മക്കൾ എന്ത് ചെയ്യാം, എല്ലാവരും മാക്സിമം പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമ്മുടെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് എന്തായാലും. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് അവർ കൂടി അറിയട്ടെ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, സാറേ ഇത് ഇങ്ങനെ പോയാൽ മതിയോ അല്ലെങ്കിൽ ചെയ്താൽ മതിയോ, താഴെ കമന്റ് ബോക്സിൽ ഞങ്ങൾ അവിടെ ഉണ്ടാവും, ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യും കേട്ടല്ലോ. ആ ഒരു ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ സാധിക്കും. ഡൗട്ട് ക്ലിയർ ഞങ്ങൾ കൂടെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ലൈക്ക് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ബൈ.